ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. പണിയായുധങ്ങള് ഞങ്ങളിവിടെ ശരിക്കും പറഞ്ഞ ഒരു തൊഴിലുറപ്പിന് വന്നേക്കാണ്. ഞങ്ങളുടെ കുറെ നോക്കിയാൽ ഞങ്ങളുടെ എക്യുപ്മെന്റ്സ് ഒക്കെ കാണിച്ചു തരാം. മമ്മട്ടി ഇങ്ങനത്തെ സാധനങ്ങള്, അരിവാള്, നാട്ടിലെ അരിവാള്, ഇതൊക്കെ ആയിട്ട് വന്നിരിക്കുക. എവിടെയാണെന്നറിയോ? ഇത് ടീനയുടെ വീടാണ്. ഈ റോസ് എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുണ്ടാവും, ഭ്രാന്ത് പിടിച്ചുണ്ടായ ഒരു റോസപ്പൂക്കളുടെ പ്ലാന്റ് ആണിത്. എന്താണ് ഞങ്ങളുടെ എയിം എന്ന് വെച്ചാൽ, ഞാനുണ്ട്, ചീനയുണ്ട്, റാണിയുണ്ട്. കുറേ നാളുകൂടിയാണ് ഞങ്ങൾ ഒരുമിച്ച് തന്നെ. ചീനയ്ക്ക് പുതിയ വീട് കിട്ടി, അടുത്ത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ ചെടികളൊന്നും അവിടെ ഇല്ലല്ലോ. അപ്പോൾ ഈ ചെടികളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പം നമുക്ക് പറ്റാവുന്ന ചെടികൾ ഇവിടെ നിന്ന് ഇളക്കി പറിച്ച് മണ്ണോടുകൂടി എടുക്കുക. അതാണ് ഇന്ന് ഞങ്ങളുടെ എയിം. ഞങ്ങൾക്ക് 1 മണിക്കൂറുണ്ട്. ആ 1 മണിക്കൂറിനുള്ളിൽ എത്ര ചെടികൾ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ടീനയുടെ അഭിപ്രായം പറയും. ഇനി എന്തൊക്കെ ചെടികൾ കൊണ്ടുപോകണമെന്ന് പറയാം ടീന. ഇതാണ് ഞങ്ങളുടെ എയിം. ഇത് കാരണം അത്രയ്ക്ക് പ്രഷ്യസ് ആണല്ലോ. റാണി, ഈ റോസിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ റാണി? കണ്ട് വേണ്ടവർ സമീപിക്കുക. അതെ. ദിശ സാബുജി ചേച്ചിയാണേ. ദിശ ഇതിന്റെ കമ്പ് ചോദിച്ചിരുന്നു, എങ്ങനെ എത്തിക്കും? കമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കമ്പുകൾ വേണ്ടവര് ഇന്ന് തന്നെ ടീനയോ ഞങ്ങളെ ആരെങ്കിലും സമീപിക്കുക. കമ്പ് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കുവേ. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലേക്ക് വരാം. അപ്പൊ ഞങ്ങൾ ഗ്യാപ്പിട്ട് വീഡിയോ എടുക്കുവാണ്. ആദ്യം ഞങ്ങളുടെ എയിം ഇത് പറിക്കാന്നുള്ളതാണ്. ഓക്കെ, ബൈ. ഹലോ റാണി. കുറെ ദിവസമായില്ലേ ചേച്ചിയുടെ വീഡിയോയിൽ വന്നിട്ട്? ദേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ തൊഴിലുറപ്പ് തന്നെ ചെയ്യുന്ന പണിയാണേ. റാണിയുടെ എയിം എന്താ റാണി? ഇത് വേറെ റോസാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും താഴേക്ക് പോയിരിക്കുവാണ്. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ വേരോടുകൂടി കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി നടാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം അവിടെ ഇനിയിപ്പോൾ പുതിയത് വാങ്ങിച്ച് നട്ട് പിടിച്ച് വരുമ്പോഴത്തേക്കും വർഷങ്ങളെടുക്കും. ഇത് ടീന ആറ്റ് നോറ്റ് അല്ലേ റാണി? വളർത്തി വെള്ളമൊഴിച്ച് വളമിട്ട്. ഇത് എന്ത് കളറായിരുന്നു? നല്ല ഇങ്ങനെ പാവാടയുടെ ഞൊറി പോലെ ഉള്ളതായിരുന്നു ടീന. നല്ല ഭംഗിയുള്ളത്. അപ്പം അതാണ് റാണിയുടെ എയിം ഇവിടെ. ഇത് ടീന കാണിക്കണ നോക്കിയേ. ടീന, ഹലോ. ഇന്ന് ഡാൻസ് അല്ല, അതായത് തൊഴിലുറപ്പാണ്. ടീന എന്തോരായത്? ഓക്കെ, അതെന്താണെന്നറിയോ? ഞങ്ങളിത് കുറേ വെട്ടിക്കഴിഞ്ഞിട്ട് ഈ മുള്ളു കൊള്ളാതിരിക്കാനായിട്ട് അതെല്ലാം കൂടി ടീന ഒന്ന് കെട്ടിയിട്ട് ഇതൊരു വലിയൊരു കവറിലാക്കി വെച്ചിരിക്കുക. ഇനി ഞങ്ങൾ ഇത് താഴേന്ന് മണ്ണ് തോണ്ടി നമുക്കിത് എടുക്കണം. ഇതാ പ്രാന്ത് പിടിച്ച ചുവന്ന റോസാണേ. നമുക്ക് എങ്ങനെ കൊണ്ടുപോകാതിരിക്കും? അപ്പം നമുക്ക് നോക്കാം കേട്ടോ. ഞങ്ങളുടെ തൊഴിലുറപ്പുകാർ നല്ല ഹാർഡ് വർക്കാണ്. ഇതൊക്കെ മണ്ണിര. അപ്പം UK-യിലുണ്ട് മണ്ണിര അല്ലേ? മണ്ണിര വേണമല്ലോ നമുക്ക്. ഹാർഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നല്ല വേരാണേ, നല്ല അടിയുറപ്പുള്ള വേര. അങ്ങ് താഴേക്ക് പോയിരിക്കുക. അപ്പം നല്ല ഹാർഡ് വർക്കാണ്. ഒരു സൈഡിൽ മതിലായതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്നാലും രണ്ടുപേരും. റാണി ഹായ്, ടീന ഹായ്. ഇനി നോക്കട്ടെ എങ്ങനെയാന്ന്. ഞങ്ങൾ ഒരുമാതിരി ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തി. ഇത് കണ്ടോ, വേരും കൊണ്ട് എൻ്റെ ഓരോ എക്യുപ്മെൻറ്റും ഒടിഞ്ഞു പോകണം. ഞങ്ങളുടെ ഈ വേര് അത്രയ്ക്ക് അടിയിലേക്ക് പോയേക്കാണേ. ഇനിയിപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ ഇത്രയാക്കി വെച്ചല്ലോ, ഇനി ആരെങ്കിലും നല്ല ജിം ബോയ്സ് ആരെങ്കിലും വന്നിട്ട് ഒന്ന് ഇത് എടുക്കണ കാര്യം ഒന്ന് പറഞ്ഞു നോക്കാൻ. ഞങ്ങളെ കൊണ്ട് 1 പ്രാവശ്യം ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ അല്ലേ ടീനെ? 1 പ്രാവശ്യം ട്രൈ ചെയ്യാം അല്ലേ റാണി? 1 മോർ ട്രൈ അല്ലേ? നമ്മൾ വേറൊരു റോസ് ചോടോടെ എടുക്കാണിത്. പൊടിഞ്ഞത് വേറെ ബെറ്റർ അരിവാള മോളെ. അരിവാള ഇത് കാണാൻ വയ്യ. ചുമ്മാ വെട്ടി അറുത്താൽ മതി. ഇവണ്ട് അരിവാൾ അരിവാളുണ്ടാ എന്താ നാട്ടിൽ നിന്ന് അരിവാളൊക്കെ കിട്ടിയേക്കണേ. ഇത് ചിറ്റയുടെ മോൻ അഗു എനിക്ക് തന്നുവിട്ടതാ. എന്തൊരു ഉപകാരം എന്നറിയാമോ? അഗുവിനെ ഈ നിമിഷത്തിൽ ഓർക്കുന്നു അല്ലേ? ഞാനൊരു സാൻഡ്വിച്ച്. One more വലി. Okay.
എടുത്തോ ശരിക്കും ശരിക്കും വലിക്ക് വലിക്ക് ഒരു ചോട് കിട്ടി. ഒരു റോസിന്റെ ചോട്. ഒരു റോസ് ഞങ്ങൾ പറിച്ചു. അപ്പൊ ഇനി ബ്രേക്ക് ആവട്ടെ, പരിപ്പ് വട ചായ ഒക്കെ പോട്ടെ. ടീനയുടെ പഴയ വീട്ടിൽ നിന്നും റോസ്, അതും ആ റോസ് എല്ലാവരും ഓർക്കണ്ടാവും. അത് ഇട്ടിട്ട് പോരരുത് കൊണ്ടുവരണം എന്ന് പറഞ്ഞത് നമ്മൾ കുറെ കഷ്ടപ്പെട്ട് ഞാനും റാണിയും ടീനയും കൂടിയും പലവിധ ഉപകരണങ്ങളാൽ മണിക്കൂറുകളുടെ പ്രയത്നം കാരണം പിന്നെ അവസാനം റെയ്നോൾഡ് ഹെൽപ്പ് ചെയ്യേണ്ടി അല്ലേ. അതവിടെ നിന്ന് പറിച്ച് നമ്മൾ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നട്ടു. അതിന്റെ എന്താണ് സംഭവിച്ചത്, പിന്നീട് എന്ത് സംഭവിച്ചെന്ന് കാണണം. അതെ, ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ആ ചെടികൾ ഇവിടെ കൊണ്ടുവന്ന് ടീന നട്ടു. അപ്പൊ ഓരോ ദിവസവും ടീന ഇങ്ങനെ അതുമ്പോൾ നോക്കുമായിരുന്നു, ഇതിന് പൊടിപ്പും തൊങ്ങലൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കുമായിരുന്നേ. അങ്ങനെ അവസാനം നമ്മള് തളിർത്തു മുട്ടിട്ടു. തളിർത്തപ്പോ തന്നെ മുട്ടിട്ടു. പിന്നെ പൂക്കൾ ഇങ്ങനെ വിടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പൂക്കൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ വെമ്പി നിൽക്കുമായിരുന്നു അല്ലേ ടീനെ. നമുക്കും ഡൗട്ടായിരുന്നു ഇതിന്റെ വേരും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് പോന്നിട്ടുണ്ടോന്ന്. എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി, നമുക്ക് കഷ്ടപ്പാടിലൂടെയും നമുക്ക് സന്തോഷം കണ്ടെത്താന്ന് മനസ്സിലായി. ആ കഷ്ടപ്പാടിന്റെ ഒരു എന്താ പറയുക ഉത്തരാണ് ഈ കാണുന്നത്. ഈ റോസപ്പൂക്കളെല്ലാം പിടിച്ചു. ഇനി എനിക്ക് തോന്നുന്നു ഇതൊരു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി മുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നീണ്ടു വളരും, വള്ളി റോസ് പോലെ. അതെ. അന്നത്തെ ഓർക്കുന്നില്ലേ പന്തല് പോലെ എന്തോരം വീഡിയോസ് എടുത്തത്. 2-3 വർഷം എടുക്കും. എന്നാലും പിടിച്ചു കിട്ടിയില്ല. അതിന്റെ സന്തോഷം, ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുന്നു. അപ്പൊ ടീനയാണ് ഇതിവിടെ കൊണ്ടുവന്ന് നട്ടതും എല്ലാ കാര്യങ്ങളും ചെയ്ത് ടീനയാണ്. അപ്പൊ ടീനയ്ക്കും ഫാമിലിക്കും ഒരു ബിഗ് അതല്ല, അതിലപ്പുറം ലിസി ചേച്ചി റാണി വന്ന് സഹായിച്ചതാണ്. അപ്പൊ റാണിക്കും ലിസി ചേച്ചിക്കും ഇതിന്റെ ക്രെഡിറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും എന്നാൽ ലിസി ചേച്ചിക്കും റാണിക്കും ടീനയ്ക്കും ഓരോ റോസപ്പൂക്കള്. ഇതിന്റെ റൂട്ട് കണ്ടോ, ഇത്രയും വലിയൊരു സംഭവമാണ് നമ്മൾ അവിടെ നിന്ന് ഇളക്കി പറിച്ചുകൊണ്ട് പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവുന്ന കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരെ ബൈ.